ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇതുപോലെയുള്ളൊരു അടിപൊളി ഫ്ലവറാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു ഫ്ലവർ ചെയ്തിട്ടുള്ളത് ഓർഗാൻസ റിബൺ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവർ നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് അലിഗറി ക്ലിപ്പിലും സാറ്റിൻ കവേർഡ് ഹെയർ ബാൻഡിലോ നമ്മുടെ നെയിലോൺ ബാൻഡിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയുണ്ട്, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ 1 ഇഞ്ചിൻ്റെ ഓർഗാൻസ റിബണ് 1/2 മീറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ, 50 സെൻറ്റിമീറ്റർ. പിന്നെ അതേ സെയിം കളറിലുള്ള 3 ഫോം ഫ്ലവർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ആ ഒരു കളറിൽ തന്നെയുള്ള 3 പോളൻസ് ആണ് കേട്ടോ. ഒരു ബെഞ്ചിൽ നിന്ന് 3 പീസ് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ താഴെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പേപ്പർ ക്യാൻവാസ് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ടൊരു സൂചി എടുത്തിട്ടുണ്ട്. അതിനുള്ളിലൂടെ നൂല് കടത്തിയിട്ട് അതുപോലെ അറ്റം കൂട്ടിക്കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ഓർഗാൻസ റിബണിൽ ഇതുപോലെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ സിമ്പിളായിട്ട് മുകളിലേക്കും താഴേക്കും ഇങ്ങനെ ജസ്റ്റ് തുന്നി കൊടുക്കുവാണ്. ഈ ഒരു റിബണ് ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ തുന്നി കൊടുക്കുന്നുണ്ട്. ഈ ഒരു മെത്തേഡിലെ ഫ്ലവേഴ്സ് നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോകൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് കയറി നോക്കണം കേട്ടോ. നമ്മൾ ഒരുപാട് ഹെയർ ബാൻഡിൻ്റെ ഒക്കെ മേക്കിംഗ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു റിബൺ ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനെ നമ്മൾ നൂലിൻ്റെ അറ്റത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മുടെ ആ സൂചി നൂലിൻ്റെ അറ്റത്തുള്ള കെട്ടിൻ്റെ അടിയിൽ കൂടി ഇതുപോലെ ഒന്ന് കോർത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവർ എത്ര സൈസാണോ വേണ്ടത് അതിനനുസരിച്ച് ലൂസാക്കിയിട്ട് അവിടെ നമ്മൾ നൂല് ലോക്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സൈസിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത്രയും ലൂസാക്കി പിടിച്ചിട്ട് ഞാൻ നൂല് കെട്ടി കൊടുക്കുവാണ് കേട്ടോ. ഇനി ബാക്കി വരുന്ന ഭാഗം നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റിബൺ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ചെറിയ പണികൾ കൂടി ചെയ്ത് തീർക്കാനുണ്ട്. നമുക്ക് ഇതിന് മുകളിൽ കൂടി അതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ആ ഒരു എൻഡിലൂടെ ഒക്കെ ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മുടെ പേപ്പർ ക്യാൻവാസിൻ്റെ ആ പീസ് അതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ച ആ പോളൻസ് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോളൻസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഓരോന്നിലും ഈ ഒരു രീതിയിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ 3 പോളൻസാണ് ഇവിടെ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3ൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് സെയിം ആയിട്ട് വരാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 3 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ആ ഒരു പോളൻസിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ ഫോം ഫ്ലവർ ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 3 ഫ്ലവറും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, ചെയ്യാനാണെങ്കിൽ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള പിങ്ക് ഷെയ്ഡിലുള്ള ഹെയർ ബാൻഡിലോ ഗോൾഡൻ ഷെയ്ഡിലുള്ളതിലോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലെയുള്ള അലിഗറി ക്ലിപ്പൊക്കെ എടുത്തിട്ട് അതിൻ്റെ മുകളിലും ഒട്ടിച്ചെടുത്താലും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ, കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാനൊക്കെ. അപ്പോൾ ഈ ഒരു ഫ്ലവർ മേക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ എന്തെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലൊന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ അയച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.